ഒരിക്കൽ എൻ്റെ ഈ വേണ്ടാത്ത നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വിധേയനായ ഒരു പൗരപ്രമുഖൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്ത നമ്മൾ തമ്മിലൊന്ന് വീണ്ടും ഇട്ടു നോക്കണം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചെയ്യുന്ന അപകടം എന്താണെന്ന്. ഞാനൊരു 10 എപ്പിസോഡ് കണ്ടു നോക്കി, സഹിക്കത്തില്ല കേട്ടോ. കാര്യം ആളുകൾ, ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഗണേശനൊക്കെ വളരെ അടുപ്പമുള്ള ഒരു മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു മനുഷ്യനോട് ഞാൻ ചോദിച്ചു, ഒരു പരിപാടിയിൽ ഞാൻ ചോദിച്ചു, അങ്ങ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു നിയമസഭാ സാമാജികനാണ്, അങ്ങയുടെ പ്രഭാഷണം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്തൊരു വാക്തോരണിയാണ് അങ്ങ്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് പൊങ്ങി, ആകാശം പോലെ പൊങ്ങിയിട്ട്, ഓ അതിലൊന്നും ഒന്നും ഇല്ലടേ എന്നുള്ള ലൈനിൽ പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ, അങ്ങനെയുള്ള അങ്ങ് എങ്ങനെയാണ് പത്തനാപുരത്ത് ഒരു ബലാത്സംഗ കേസിൽപ്പെട്ടത് എന്ന് ചോദിച്ചതും അദ്ദേഹം അപ്പോൾ സിറ്റിംഗ് മിനിസ്റ്റർ ആണെന്ന് ഓർക്കണം. മന്ത്രി തകർന്ന് തരിപ്പണമായി പോയി, അങ്ങനെ ചാടി അങ്ങ് എണീറ്റു, വൃത്തിയോട് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ നോട്ടീസ് കണ്ടില്ലേ, പത്തനാപുരത്ത് ഇറങ്ങിയൊരു നോട്ടീസാണിത്, തെളിവ് സഹിതം ഹാജരാക്കിയതാണ്. പിന്നീട് ഇത് കണ്ടിട്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളൊന്ന് ഇട്ട് നോക്കണമെന്ന്. അന്ന് ശേഷം ഞാൻ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അത് നല്ല മധുരത്തിൽ പൊതിഞ്ഞ് അവർക്ക് കൂടി അലോസരം ഉണ്ടാക്കാത്ത രീതി ചോദിക്കണമെന്ന് പഠിച്ചു.